സ്തുതിയായിരിക്കട്ടെ. രക്ഷാദീപം എന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തു ഒരുക്കുന്ന സ്വർഗം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട്, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനായിട്ട്, സ്വർഗം ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള വലിയൊരു കൃപ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്കെല്ലാം ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ രക്ഷ ഒരുക്കിയിരിക്കുന്ന ആ ക്രിസ്തുവിലൂടെയാണല്ലോ രക്ഷ സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. ആ യേശു ക്രിസ്തുവിനെ നമുക്കൊന്ന് പാടി മഹത്വപ്പെടുത്തി ആരാധിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. സർവശക്തനായ അപ്പൻ്റെ തമ്പുരാനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആരിലും വലിയവനായ യേശു തമ്പുരാനെ നമുക്ക് സ്തുതിക്കാം. സകലത്തിൻ്റെയും ഉടയവനായ പൊന്നു തമ്പുരാൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച കർത്താവ്, ആദിയും അന്ത്യമായവൻ, ആൽഫയും ഒമേഗയുമായ ആ യേശു തമ്പുരാനെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. കൃപയരുളിടുമേ ബലമണിക്കുമേ, മാറാമധുരമായി മാറ്റിടുമേ, മാറാമധുരമായി മാറ്റിടുമേ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ആരിലും വലിയവനായ ആ പൊന്നുതമ്പുരാനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനായിട്ട്, അവൻ്റെ വചനം പാലിക്കാനായിട്ട്, വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടാനുള്ള അനുഗ്രഹം സ്വർഗം നമുക്ക് വർഷിക്കപ്പെടട്ടെ. ആ വലിയ തമ്പുരാനെ, ആരിലും വലിയവനായവനെ, ആരിലും മതിയായവനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ, മാറാമധുരമായി മാറ്റിടുമേ, മാറാമധുരമായി മാറ്റിടുമേ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ.
താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. രോഗത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുന്നവൻ. സ്നേഹക്കോടിക്കീഴിൽ നയിക്കുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. നമ്മുടെ വേദനകളെയൊക്കെ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. മാറാത്ത ദുഃഖ നൊമ്പരങ്ങളെ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. തീരാവ്യാധികളെ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പലവിധ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന സകലരെയും അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സമാധാനമില്ലായ്മ, വലിയ ദുഃഖത്തിൽ ആണ്ടുകിടക്കുന്ന സകല ജനത്തെയും നമുക്ക് സമർപ്പിക്കാം. ആ വലിയവനായ ദൈവത്തിൽ അവൻ ആശ്വാസം നൽകട്ടെ. സൗഖ്യമായി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. സ്നേഹമായി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. മനസ്സിൻ്റെ ദുഃഖങ്ങളിലേക്ക് അവൻ കടന്നു വരട്ടെ. ദുഃഖം സന്തോഷമായി മാറട്ടെ. രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. കർത്താവേ, അവനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. കണ്ണുനീർത്താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. രോഗത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുന്നവൻ. സ്നേഹക്കോടിക്കീഴിൽ നയിക്കുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. മനസ്സിൻ്റെ വേദനകൾ അവനേറ്റിടും തൻ ക്രൂശിൽ. നിരാശതൻ പടുകുഴിയിൽ അവൻ നീട്ടിടും തൻ വലം കൈ. സൗഖ്യം നൽകിയിടുമേ ആശയേകിടുമേ. സൗഖ്യം നൽകിടുമേ ആശയേകിടുമേ. നമ്മെ തന്മാരിൽ ചേർത്തിടുമേ. നമ്മെ തന്മാരിൽ ചേർത്തിടുമേ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. മനസ്സിൻ്റെ തീരാ നൊമ്പരങ്ങളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒറ്റപ്പെടലിൻ്റെ, മാറ്റി നിർത്തലിൻ്റെ തിക്താനുഭവങ്ങളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. മനസ്സിൻ്റെ തലങ്ങളിലേക്ക് യേശു കടന്നു വരട്ടെ. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ദുഃഖത്തിൻ്റെ, ഭാരത്തിൻ്റെ, വേദനയുടെ നൊമ്പരങ്ങൾ യേശുവിൻ്റെ തിരക്തം ഒഴുകട്ടെ. സൗഖ്യത്തിലേക്ക് കടന്നു വരട്ടെ. ആത്മധൈര്യത്തിലേക്ക് കടന്നു വരട്ടെ. സകല ഭയങ്ങളും വിട്ടുമാറിപ്പോട്ടെ. നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വിട്ടുമാറിപ്പോട്ടെ. കർത്താവേ, നാളെക്കുറിച്ചുള്ള ആകുലതകൾ വിട്ടുമാറിപ്പോട്ടെ. രോഗപീഠകൾ വിട്ടുമാറിപ്പോട്ടെ. മനസ്സിൻ്റെ തലം സൗഖ്യം പ്രാപിക്കട്ടെ. ആത്മധൈര്യത്തിലേക്ക് കടന്നു വരട്ടെ. സകല ഭയങ്ങളുടെ കെട്ടുകളും യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മനസ്സിൻ്റെ തലം സ്വതന്ത്രം പ്രാപിക്കട്ടെ. കർത്താവേ, മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങട്ടെ.
യേശുവിൻ്റെ തിരക്തം ഒഴുകട്ടെ. മനസ്സിൻ്റെ തലങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ. സകല രോഗപീഠകളും വിട്ടുമാറിപ്പോട്ടെ. സകല ബന്ധനങ്ങളും നീങ്ങിപ്പോട്ടെ കർത്താവേ. സകല അസ്വസ്ഥകളും നീങ്ങട്ടെ കർത്താവേ. വഴികളൊക്കെ തുറക്കപ്പെടട്ടെ കർത്താവേ. അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ കർത്താവേ. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിന്റെ വാതിലുകൾ നീ തുറക്കണമേ കർത്താവേ. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ ദൈവമേ. ഞങ്ങളുടെ ചിന്തയ്ക്ക് രൂപാന്തരപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ നോട്ടം വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ ചിന്തകൾ വിശദീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ വിചാര വികാരങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഭവനം വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ കൂട്ടായ്മ വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ ഇടവക വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ രൂപത വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ ദേശം വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. ഈ ലോകം വിശദീകരിക്കപ്പെടട്ടെ കർത്താവേ. സകല അശുദ്ധികളും നീങ്ങട്ടെ ദൈവമേ. നിന്റെ സാന്നിധ്യം നിറയട്ടെ, നിന്റെ സാന്നിധ്യം നിറയട്ടെ. ജീവിക്കുന്ന ദൈവമേ, നിന്റെ സാന്നിധ്യം നിറയട്ടെ. ആരിലും വലിയവനായ കർത്താവേ, നിന്റെ സാന്നിധ്യം നിറയട്ടെ. ആരിലും മതിയായവനെ, നിന്റെ സാന്നിധ്യം നിറയട്ടെ. ആദ്യം അന്ത്യമായവനെ, സകലത്തിന്റെ ഉടയവനെ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. സകല മുഴങ്കാലും അടങ്ങുന്ന യേശുനാമത്തിന്റെ ആ വലിയ ശക്തി, മഹാശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമേ. ഞങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കായി മാറ്റി നിർത്തപ്പെട്ടവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്കായി ഒറ്റപ്പെട്ടവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കായി ഉച്ച മുതൽ ഉള്ളം കാല് വരെ ഇഞ്ചിഞ്ചായി മുറിയപ്പെട്ട ഒരു കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശ് വഹിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി നഗ്നനാക്കപ്പെട്ടവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി 3 ആണികളിൽ തൂങ്ങി മരിച്ചവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി സകലരാലും നിന്ദിക്കപ്പെട്ടവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപമാനങ്ങൾ ഏറ്റുവാങ്ങിയവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന പൊന്നു തമ്പുരാനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും വരുവാനിരിക്കുന്ന പൊന്നു തമ്പുരാനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ആദ്യം അന്ത്യമായവനെ, മരണത്തെ തോൽപ്പിച്ച കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ആരാധന, 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 ആരാധന. നിന്റെ സാന്നിധ്യം നിറയട്ടെ കർത്താവേ. നിന്റെ സാന്നിധ്യം നിറയട്ടെ. യേശുവിന്റെ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ, 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 നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു, യേശു അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ. യേശു, യേശു അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ. വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം ഇങ്ങനെ പറയുന്നു. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നു. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ രക്ഷാദീപത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ, ക്രിസ്തുവാകുന്ന രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ക്രിസ്തുവിടെ പറഞ്ഞു വയ്ക്കുകയാണ്, യേശു പറഞ്ഞു വയ്ക്കുകയാണ്, ഞാനാണ് വാതിൽ. കർത്താവ് പറയുകയാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശു ഇങ്ങനെ പറഞ്ഞു വെച്ചു, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു വേൾഡ്ലി ലൈഫിൽ നിന്ന് നമ്മളിങ്ങനെ ഞെരുങ്ങി നമ്മുടെ വഴികളിങ്ങനെ ഷോർട്ടൻ ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു കേന്ദ്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ കൊണ്ടുവരികയാണ്. കാരണം സകലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറുത്ത് മാറ്റി കുറേ റിലേഷൻസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ക്രിസ്തുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തടുത്ത് ഈ വഴി ഇങ്ങനെ ഞെരുങ്ങി അവസാനം ചെന്നെത്തുന്നത് ഒരു കേന്ദ്ര ബിന്ദുവിലേക്കാണ്. ആ ബിന്ദുവിൻ്റെ പേര് ക്രിസ്തു എന്നാണ്. അതൊരു വാതിലാണ്. അവിടെ യേശു പറയാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു, കുടുംബം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. നമ്മുടെ ഈ ജീവിതങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ വാതിൽ എന്ന് പറയുന്നത്.
അവിടെ ഒരൊറ്റ ചോദ്യത്തിന് മാത്രമേ ഉള്ളൂ പ്രശസ്തി. അവിടെ കർത്താവ് ഒരു കാര്യത്തിന് മാത്രം, അതായത് യേശു എന്നെ തിരിച്ചറിയുവോ ഇല്ലയോ, യെസ് ഓർ നോ. ആ ചോദ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ രക്ഷയിലേക്ക്. രക്ഷ എന്ന് പറയുന്നത് നിത്യതയാണല്ലോ, എറ്റേണൽ ലൈഫാണല്ലോ. ഈ രക്ഷയിലേക്ക് ഞാൻ കടക്കണോ അതോ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെടണോ? ആ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാം നിൽക്കേണ്ടി വരുന്നത്, അല്ലേ? അന്ന് അനേകർ, കർത്താവ് പറഞ്ഞു, എന്നോട് ഇങ്ങനെ വന്ന് പറയും, ഞാൻ വചനം പങ്കുവെച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, രോഗികളെ സൗഖ്യപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, പാവങ്ങളെ നോക്കി ശുശ്രൂഷ ചെയ്തു, അത് ചെയ്തു ഇത് ചെയ്തു, ഭംഗിയായിട്ട് ചെയ്തു. അവസാനം കർത്താവ് പറയും, നീ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. വേറെ ചിലരോട് പറയും, നീ ആരാണെന്ന് ഞാൻ അറിയും. അപ്പം അവിടെ ഒരു എസ് ഓർ നോ, അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. കാരണം കർത്താവ് എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്നെ അവന് അറിയും എന്നവൻ പറയണം. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം എന്തിന് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കും. ഈ ശുശ്രൂഷ എന്തിന്, ഈ ജീവിതം എന്തിന്, ഈ ആരാധന എന്തിന്, അല്ലെ പ്രാർത്ഥന എന്തിന്? അവിടെയൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ക്രിസ്തു നമ്മളെ അറിയണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമുണ്ട്. കാരണം ഞാൻ ഒന്ന് രണ്ട് കേസ് സ്റ്റഡീസ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്ന കാലഘട്ടം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 30, 40, 50 കുട്ടികളുടെ നടുവിലിരുന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, അല്ലേ? 50, 60. എൻ്റെയൊക്കെ ഗ്രാജുവേഷൻ്റെ സമയത്ത്, ബിടെക് ഒക്കെ പഠിക്കുന്ന സമയത്ത് 60 പിള്ളേരുണ്ട് ഞങ്ങളുടെ ബാച്ചിൽ. അപ്പോൾ ഈ 60 കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളത് 1 or 2 പേരോട് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട്. കാരണം അവരോട് മാത്രമേ നമ്മൾ കാര്യങ്ങളൊക്കെ പങ്കുവെക്കത്തുള്ളൂ, അവരോട് മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ, അവരോട് മാത്രമേ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യത്തുള്ളൂ, അവരുടെ കൂടെ മാത്രമേ ഇരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ, അല്ലേ? ഇനി പള്ളിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടി നമ്മളൊരു സ്ഥലം ഒരുക്കിയിടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാൻറ്റീനിലൊക്കെ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അവരെ നോക്കി നമ്മൾ നിൽക്കും. എത്ര ആൾത്തിരക്കിനിടയ്ക്കാണെങ്കിലും അവരെ നമ്മൾ കണ്ടെത്തും. എന്തേ അതിൻ്റെ റീസൺ? ഈ ബാക്കി 58നോടും തോന്നാത്ത ഒരു പ്രത്യേക ഒരു സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ ഒരു അപ്രോച്ച് ഈ ഒരു 2 എണ്ണത്തിനോട് മാത്രം തോന്നാൻ കാരണം, നമ്മുടെ കുടുംബങ്ങൾ എടുക്കുക, അല്ലേ? നമ്മുടെ വീട്ടുപേരിൽ എത്രയോ കുടുംബങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളത് 1 or 2 കുടുംബത്തോട് മാത്രമായിരിക്കും. ബാക്കി കുടുംബത്തോടൊന്നും നമുക്ക് വലിയ അടുപ്പമുണ്ടാകത്തില്ല. എന്തേ അങ്ങനെ വരാൻ കാരണം? നമ്മുടെ ഇടവകയിലെ കുടുംബ കൂട്ടായ്മ എടുക്കുക, അവിടെ 40, 50 ഫാമിലിയുടെ ഒരു കൂട്ടായ്മയായിരിക്കും. പക്ഷെ നമുക്ക് 1 or 2 ഫാമിലിയായിട്ട് മാത്രമേ വലിയൊരു അടുപ്പം കാണത്തുള്ളൂ, അല്ലേ? എത്രയോ വൈദികരുണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ്സ് ആയിട്ട് 1 or 2 വൈദികരോട് മാത്രമേ നമുക്ക് വലിയൊരു അടുപ്പം കാണത്തുള്ളൂ. എന്താ ഇങ്ങനെ കാരണം? അവിടെ എന്താ ഒരു പാർഷ്യാലിറ്റി നമ്മൾ കാണിക്കുന്നത്? അവിടെ എന്താ അതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്താ? ഇവരോട് മാത്രം തോന്നുന്ന ഒരു കാര്യം. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, അവരുടെയും നമ്മുടെ സ്വഭാവം ഒന്ന് തന്നെയാണ്, ക്യാരക്ടർ ഒന്ന് തന്നെയാണ്, ഒരേ വേവ് ലെങ്താണ്, ഒരേ ആറ്റിറ്റ്യൂഡാണ്, ഒരേ മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ അത് അവർക്ക് അതിൻ്റെ അതേ അളവിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ എ ആയിട്ട് തന്നെ അയാൾക്കത് മനസ്സിലാകും. ആ സെയിം വേവ് ലെങ്ത് അല്ലെങ്കിൽ ഞാൻ എ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബി ആട്ടോ ചിലപ്പോൾ ഇസഡ് ആട്ടൊക്കെ ആയിരിക്കും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് ഒരേ വേവ് ലെങ്ത്താണ്. അങ്ങനെയുള്ളവർ തമ്മിലേ അടുക്കത്തുള്ളൂ, അല്ലേ? ഒരു കോൺഗ്രിഗേഷനിൽ ചിലപ്പോൾ 100 സിസ്റ്റേഴ്സ് ഉണ്ടാവും, 1 or 2 പേര് മാത്രമേ ഉള്ളൂ അതുപോലെ കൂട്ടായിട്ടിരിക്കണത്, കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്നത്. ബാക്കി ആരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അവർ മനസ്സിലാക്കത്തില്ല. കാരണം ഇത് ഒരേ സ്വഭാവമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവത്തുള്ളൂ. ഇതേ കാര്യം തന്നെയാണ് ഈ വാതിലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോഴും സംഭവിക്കാൻ പോണത്. കാരണം യേശു പറയുന്നുണ്ട്, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആർക്കും അകത്ത് കടക്കാൻ പറ്റത്തില്ല. അവിടെ ഒറ്റ കാര്യത്തിന് മാത്രമേ പ്രശസ്തിയുള്ളൂ, യേശുവിന് എന്നെ അറിയുവോ ഇല്ലയോ. യേശു തമ്പുരാന് എന്നെ അറിയണമെങ്കിൽ അവൻ്റെ സ്വഭാവവും എൻ്റെ സ്വഭാവവും ഒന്ന് തന്നെ ആവണം, ഇല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ തിരിച്ചറിയുന്ന പോലെ, എത്ര ആൾക്കൂട്ടത്തിനിടയ്ക്കും ആ വ്യക്തിയെ ഞാൻ തിരിച്ചറിയുന്ന പോലെ, യേശു എന്നെ തിരിച്ചറിയണമെങ്കിൽ യേശുവിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്വഭാവം എൻ്റെ ഉള്ളിൽ കാണണം. അത് വന്നില്ലെങ്കിൽ അവന് തിരിച്ചറിയത്തില്ല, അവന് കാണാൻ പറ്റത്തില്ല. കാരണം ആ സ്വഭാവം ഇല്ലാതെ യേശു പറഞ്ഞ എന്ത് കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ അവസാനം ചെന്ന് പറയണത്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നീ ആരാണെന്ന് ഞാൻ അറിയത്തില്ല. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് എറണാകുളത്ത് നിന്ന് കോഴിക്കോടിലേക്ക് വരുവാണ്.
അപ്പോൾ ട്രെയിനിൽ ബോബി അച്ഛൻ്റെ മനോഹരമായ ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചു വരുവാണ്. വായിച്ചു വന്നപ്പോൾ തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരു പേജിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെ അങ്ങോട്ട് ഉടക്കി. ആ സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു: ഞാൻ പ്രസംഗിക്കുന്ന, എനിക്കറിയാമെന്ന് ഞാൻ കരുതുന്ന, ഞാൻ പ്രഘോഷിക്കുന്ന, ഞാൻ പഠിപ്പിക്കുന്ന ആ നസ്രത്തിലെ തച്ചൻ്റെ മകനായ യേശുവിന് എന്നെ അറിയുന്നുണ്ടോ? ഞാൻ പ്രഘോഷിക്കുന്ന, ഞാൻ പഠിപ്പിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഞാൻ വിളമ്പിക്കൊടുക്കുന്ന ആ നസ്രത്തിലെ തച്ചൻ്റെ മകനായ യേശുവിന് എന്നെ അറിയുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. വിങ്ങിപ്പോയി, ചങ്ക് പൊട്ടാൻ തുടങ്ങി, കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. ചങ്കിനകത്ത് എന്തോ വലിയൊരു ഭാരം കയറുന്നു. എന്നെ അറിയത്തില്ലെങ്കിൽ ഇതൊക്കെ എന്തിന്? ഈ ഓടുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അറിയത്തില്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഓരോ ദിവസത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്: കർത്താവേ, ഇന്ന് ഞാൻ ജീവിച്ച ജീവിതത്തിൽ നീ എന്നെ അറിഞ്ഞിട്ടുണ്ടോ? നിനക്കെന്നെ അറിയാമോ? നിനക്കെന്നെ അറിയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ അറിയാൻ പറ്റണമെങ്കിൽ അവൻ്റെ സ്വഭാവം തന്നെയായിരിക്കണം എൻ്റെ സ്വഭാവം. ഇനി സ്വഭാവം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്? അല്ലെ, എൻ്റെ സ്വഭാവം, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് മറ്റൊരു വ്യക്തി മനസ്സിലാക്കുന്നത്? അത് നമ്മുടെ ആക്ടിവിറ്റിയിലൂടെയാണ്. കാരണം ഞാൻ നോക്കുന്ന രീതി, ചെയ്യുന്ന രീതി, പറയുന്ന രീതി, ഇടപെടുന്ന ഒരു രീതി, ഇതൊക്കെ വെച്ചിട്ടാണ് എൻ്റെ സ്വഭാവം മറ്റൊരു വ്യക്തി മനസ്സിലാക്കിയെടുക്കുന്നത്. ശരിയല്ലേ? നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ നോക്കുന്ന രീതി, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതി, നമ്മുടെ ഇടപെടൽ, അല്ലേ, നമ്മുടെ ഒരു കരുണയോടുള്ള ചേർത്ത് പിടിക്കൽ, സ്നേഹത്തോടെയുള്ള സ്പർശനങ്ങൾ, ആദരവോടെയുള്ള സ്നേഹത്തോടെയുള്ള സംസാര രീതികളൊക്കെ കണ്ടിട്ടാണ് ഇന്ന വ്യക്തി നല്ലതാണ്, അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇന്ന വ്യക്തി ചീത്തയാണ്. അല്ലേ, ഒരു കുറ്റവാളി എന്ന് പറയുന്ന പോലും അയാൾ കുറ്റം ചെയ്യുന്ന കണ്ടുപിടിക്കുക, അത് പ്രവൃത്തിയിലൂടെയാണ് അയാളെ അങ്ങനെ നമ്മൾ ചിത്രീകരിക്കുന്നത്. ശരിയല്ലേ? അപ്പം നമ്മുടെ സ്വഭാവം വെളിപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. യേശു നഥാനിയേലോടൊക്കെ പറയുന്നുണ്ട്: എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് പിതാവിൻ്റെ സ്നേഹം വെളിപ്പെട്ടത്. അപ്പം നമ്മുടെ പിതാവായ ദൈവത്തിന് യേശുവിൻ്റെ പ്രവൃത്തിയുടെ സ്വഭാവമുള്ളത്. നമ്മുടെ പിതാവായ ദൈവത്തിന് യേശുവിൻ്റെ സ്വഭാവമാണ്. യേശുവിൻ്റെ സ്വഭാവം ഇല്ലാത്ത ഒരു ദൈവവും നമ്മുടെ പിതാവായ ദൈവം അല്ല. അങ്ങനെ ഒരു കൺസെപ്റ്റുള്ള ഒരു ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക്. കാരണം അത് യേശുവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കിട്ടിയത്. അപ്പോൾ പ്രവൃത്തിയിലൂടെയാണ് ഈ സ്വഭാവം വെളിപ്പെടുത്തി കിട്ടുന്നത്. ഇനി ഈ പ്രവൃത്തിയുടെ തുടക്കം എവിടെയാണ്? പ്രഭാഷകന്റെ പുസ്തകം 37 അതിൻ്റെ 17 ഇങ്ങനെ പറയുന്നു: ഓരോ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാണ്. ഓരോ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാണ്. ഈ ചിന്ത ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നു. ഇതിന് 4 ശാഖകളുണ്ട്: നന്മ, തിന്മ, ജീവൻ, മരണം. നിനക്കിഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നന്മ, തിന്മ, ജീവൻ, മരണം, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാണ്. എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം ചിന്തയാണ്. അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും കാണണോ, ഒരു സിനിമ കാണണോ, നമ്മൾ ആദ്യം ചിന്തിക്കും ഇത് കാണണോ വേണ്ടയോ. എന്നിട്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഇത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി നമ്മളൊരു കാര്യം, ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു, ഇന്ന വ്യക്തിക്ക് ഇത്ര രൂപ കൊടുക്കുന്നു, ഇത്ര രൂപ കൊടുക്കണോ അതോ ഇത്ര കൊടുക്കണോ, നമ്മൾ ആദ്യം ചിന്തിച്ചുറപ്പിച്ചിട്ടാ. അല്ലെങ്കിൽ ഒരു എന്ത് പ്രവൃത്തി ചെയ്യും, നമ്മുടെ ഓഫീസിലെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ ഓരോ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉള്ളിൽ ചിന്തിച്ചിട്ടാണ് പതുക്കെ ചെയ്യുന്നത്. അപ്പം ചിന്തയിൽ നിന്നാണ് ഈ പ്രവൃത്തികൾ വരുന്നത്. ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തെ തിരിച്ചറിയുന്നത്. ശരിയല്ലേ? പ്രവൃത്തിയിൽ നിന്നാണ് നമ്മുടെ സ്വഭാവം. അതായത് ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു അതിലൂടെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം വെളിപ്പെടുന്നത്. അല്ലേ? അതാ കർത്താവ് പറഞ്ഞത്, ഈ കാട്ടുമുന്തിരിയിൽ നിന്ന് നല്ല മുന്തിരിയോ, നല്ല മുന്തിരിയിൽ നിന്ന് കാട്ടുമുന്തിരിയോ വരില്ല. നല്ല മുന്തിരി ഫലം വരുന്നത് നല്ല വൃക്ഷത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ നല്ല വൃക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണ്. ഇനി കാട്ടുമുന്തിരി വരുന്നത് കാട്ടുവൃക്ഷത്തിൽ നിന്നാണ്, അതും നമ്മുടെ ചിന്തയാണ്. അത് കാട്ടുവൃക്ഷത്തിൽ നിന്ന് നല്ല മുന്തിരിയോ, നല്ല മുന്തിരിയിൽ നിന്ന് കാട്ടുവൃക്ഷം വരത്തില്ല. കാരണം ഉള്ളിലെ ചിന്തയാണ് ഇതിനെല്ലാം കാരണം.
കാരണം ഇത് ഹൈഡ് ചെയ്യപ്പെട്ട് കിടക്കുന്ന കാര്യമാണല്ലോ. ഇത് വേറെ ആർക്കും അറിയത്തില്ല. നമ്മളൊരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്ത അത് വേറെ ആർക്കും അറിയില്ല. അതെനിക്കും എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നിൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗം പോലും ചിന്ത പോലും എനിക്ക് കർത്താവിന് അറിയാം. കർത്താവിന് മാത്രമേ അത് അറിയത്തുള്ളൂ. വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ജീവിത പങ്കാളിക്ക്, മക്കൾക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല അല്ലേ? ചിലപ്പോൾ ചിരിച്ച മുഖത്തോടു കൂടിയായിരിക്കും നമ്മൾ പലതും ചെയ്യുന്നത്. ഇങ്ങനെ വെളുത്ത് തൊടുത്ത് നിൽക്കുന്ന മുട്ട പോലെയൊക്കെ ആയിരിക്കും, പുറന്തോട് പോലെയൊക്കെ ആയിരിക്കും നമ്മൾ. ഇത് പൊട്ടിച്ചാലും അറിയത്തുള്ളൂ നല്ല മുട്ടയാണോ ചീമൊട്ടയാണോ. അതുപോലെയൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. ഇപ്പം ചിന്തയിൽ നിന്നാണ് പ്രവൃത്തികൾ ഉത്ഭവിക്കുന്നത്. ഈ പ്രവൃത്തിയിൽ നിന്നാണ് നമ്മുടെ സ്വഭാവം മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ യേശുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരണമെങ്കിൽ യേശുവിൻ്റെ ചിന്ത നമ്മളിലേക്ക് പകരപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ചിന്ത അറിഞ്ഞവർ ആരുണ്ട്? യെശയ്യായുടെ പ്രവചനത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. ആകാശം ഭൂമിയിൽ നിന്ന് എന്തുമാത്രം ഉയരത്തിലാണോ അതുപോലാണ് എൻ്റെ ചിന്ത നിങ്ങളുടെ ചിന്തയെ കഴിഞ്ഞു. ഈ കർത്താവിൻ്റെ ചിന്ത അറിഞ്ഞവർ ആരുണ്ട്? സുഭാഷിതങ്ങളുടെ പുസ്തകം 1 അതിൻ്റെ 23 ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എൻ്റെ ശാസനകൾ ശ്രദ്ധിക്കുക, എൻ്റെ ശാസനകൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലൊക്കെ പല പല സഹനങ്ങളൊക്കെ വീശുമ്പോൾ, പല പല ബുദ്ധിമുട്ടുകൾ, ക്രൈസിസൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ശാസനയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങണം. അവിടെ എന്തൊക്കെയോ എനിക്ക് ചേഞ്ച് വരേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇതെല്ലാം നമുക്ക് അനുവദിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും അനുവദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചുമ്മാ ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ. ഇന്ന് ജീവിച്ച പോലെ തന്നെ നാളെ, നാളെ പോലെ തന്നെ നാളെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയല്ലോ. ഇതൊന്നും അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞു വീശുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും ഒരു ക്രൈസിസ് നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ശാസന എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എവിടേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. എവിടേക്കോ ഞാൻ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. ഞാനൊക്കെ എൻ്റെ ഓഫീസിൽ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എവിടുന്നേലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് ഒറ്റ ഇരിപ്പാണ്. ഒരു 2-3 ദിവസം അങ്ങ് ഇരിക്കും. എവിടെയെങ്കിലും ഏതെങ്കിലും ആശ്രമത്തിലോ എവിടെയെങ്കിലും ദിവ്യാരണത്തിൻ്റെ ഫ്രണ്ടിലോ ഒരൊറ്റ ഇരിപ്പങ്ങ് ഇരിക്കും. ഇരുന്നിട്ട് ആ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് ഒരു 5-6 മാസം തൊട്ട് കലക്കി കുടിച്ച് അനലൈസ് ചെയ്യും. ഇതെന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്? എവിടുന്നാണ് ഈ പ്രശ്നം വന്നത്? ഇതിനെന്താ കാരണം? എവിടെയാ മാറ്റം വരുത്തേണ്ടത്? എവിടെയോ ഞാൻ മാറേണ്ടിയിരിക്കുന്നു, അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. എല്ലാത്തിനും ഉത്തരവാദി ഞാൻ തന്നെയാണ്. അത് നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ആരുടെയും തലയിലിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. എനിക്ക് വേണേൽ ഇങ്ങനെയും ചെയ്യാമായിരുന്നു, പക്ഷെ ആ സമയത്ത് ഞാൻ ചെയ്തത് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അത് ഇന്നയാൾ ഇങ്ങനെ ആയിരുന്നത് കൊണ്ടോ ഇന്നയാൾ ഇങ്ങനെ ആയിരുന്നത് കൊണ്ടോ അല്ല. അത് അല്ലേ, നമ്മൾ പലരെയും കുറ്റം പറയുക. അവരിങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഒന്നും കാര്യമില്ല. ഇനി അവർ ചെയ്യുന്ന തെറ്റാണ്, ഇവർ ചെയ്യുന്ന തെറ്റാണ്. എൻ്റെ കുഞ്ഞെ, നിനക്ക് ശരിയായി ചെയ്യാനായിട്ടുള്ളൊരു കൃപ കർത്താവ് വെച്ചിട്ടുണ്ടേ. നീ അത് വാങ്ങിച്ചെടുത്ത് നീ ശരിയായിട്ട് ചെയ്യ്. അതെന്തേ നീ ചെയ്യാത്തത്? അതെന്തേ ഞാൻ ചെയ്യാത്തത്? അല്ലേ, അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് ശരിയാക്കി ചെയ്യാനുള്ള, അതിനുവേണ്ടിയാണ് നിന്നെ ഭൂമിയിലേക്ക് വിട്ടേക്കുന്ന കർത്താവ്. അവിടെയാ ചിന്തിക്കേണ്ടത്. നീ ശരിയാക്കി ചെയ്യ്. അവിടെ ഒരു മാറ്റം വരണേ നമുക്ക്. ഇങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കും. ഇത് 1 by 1 ആയിട്ട് എടുക്കും. നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ രീതികൾ എല്ലായിടത്തും അനലൈസ് ചെയ്യും. അത് കർത്താവിൻ്റെ ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവ് കാണിച്ചു തരും. ഇരുന്നാലേ കാണിക്കത്തുള്ളൂ. വലിഞ്ഞു കയറി വന്നൊന്നും അവൻ ചെയ്യത്തില്ല. അവൻ നല്ല ആ കാര്യത്തിലൊക്കെ നല്ല മാന്യനാണ് കർത്താവ്. കാരണം എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടേ. അവൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇരിക്കണോ വേണ്ടയോ, അത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ സ്വാതന്ത്ര്യം. അതിനകത്തൊന്നും അവൻ ഇടപെടത്തില്ല. ഇരുന്നാൽ അവൻ പറഞ്ഞു തരും. ഇരിക്കാനുള്ള എളിമ നമുക്കുണ്ടാവണം. ഇരിക്കാനുള്ള എളിമ നമുക്കുണ്ടാവണം. ഇരുന്നാൽ അവനത് വെളിവാക്കി തരും. അവൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ അവൻ പറഞ്ഞു തരും എവിടെയാ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള വചനം പറയുന്നു, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. ഇത് ദൈവത്തിൻ്റെ ചിന്തയാണോ അതോ മറ്റ് ചിന്തയാണോ? ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്? അടുത്ത വചനം പറയുന്നു, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് ദൈവത്തിൻ്റെ അതരത്തിലൂടെ വന്ന വചനങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിലൂടെയാണ് ഇതാണ് ദൈവത്തിൻ്റെ ചിന്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചിന്തയാണ് ഞാൻ പകർത്തിയെടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ?
അതായത് ദൈവത്തിൻ്റെ അതരത്തിലൂടെ വന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ ചിന്ത എന്താണെന്ന് ഞാൻ പഠിക്കുന്നത്. ആ ചിന്ത നമ്മൾ പകർത്തിയെടുക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിലെ ചിന്ത വിശുദ്ധീകരിക്കപ്പെടുന്നത്. കാരണം എൻ്റെ അശുദ്ധമായ ഈ ചിന്തകളുടെ മേലെ ദൈവത്തിൻ്റെ ദൈവികമായ ചിന്ത വന്ന് മൂടി നമ്മുടെ ചിന്ത വിശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങും. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്ത വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മുടെ വേര് വിശുദ്ധീകരിക്കപ്പെട്ടു. വേര് വിശുദ്ധീകരിക്കപ്പെട്ടു. ഈ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാര്യമുണ്ടോ? ഇല്ല. വളമിടേണ്ടത് അല്ലേ? നമ്മുടെ മരത്തിൻ്റെയും ചെടിയുടെയൊക്കെ മൂട്ടിലല്ലേ വളമിടുന്നത്? എൻ്റെ വേരിലേക്കാണ് വളം കൊടുക്കുന്നത്. വേരിലേക്കാണ് കൊടുക്കേണ്ടത്. അതെൻ്റെ ചിന്തയാ. ദാറ്റ്സ് മൈ റൂട്ട്. അവിടെ ഒരു റൂട്ട് കോഴ്സ് അനാലിസിസാണ് നമ്മൾ നടത്തേണ്ടത്. ആ റൂട്ടിലേക്ക് നമ്മൾ എത്തണം. ആ ചിന്തയിലേക്ക് എത്തണം. എന്നിട്ട് ആ ചിന്ത പയ്യെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കിയെടുക്കണം. അതിനൊക്കെ ഞാൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ? പ്രാക്ടിക്കലി ഞാൻ ചെയ്തത്, അതായത് ബൈബിളിൽ സുവിശേഷം, പ്രത്യേകിച്ച് സുവിശേഷമൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് എന്ത് വസ്തു കണ്ടാലും, അവിടെ എന്ത് വസ്തുവിനെക്കുറിച്ച് പരാമർശിച്ചാലും, ഏത് വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചാലും ഞാൻ എന്നെ കയറ്റി അവിടെ നിർത്തും. എന്നിട്ട് ഞാൻ എന്നെ അനലൈസ് ചെയ്യും. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? അവിടെ വെച്ചിട്ട് പയ്യെ 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 മാറാൻ തുടങ്ങും. ശരിക്കും ഈ ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്കകത്തൊക്കെ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ സ്വത്തൊക്കെ വാങ്ങിച്ചിട്ട് പോയി. അവൻ ചെയ്തത് തെറ്റൊന്നുമല്ല. ഞാൻ എന്നെ ഈ ധൂർത്തപുത്രൻ്റെ സ്ഥാനത്ത് നിർത്തി പലപ്പോഴും നോക്കാറുണ്ട്. പക്ഷേ അവന് ഈ കിട്ടിയ കാര്യം മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവില്ലായിരുന്നു. ഈ കുരങ്ങൻ്റെ കൈ മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയായിപ്പോയി. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവന് അറിയത്തില്ല. അതായിരുന്നു അവന് പറ്റിയ തെറ്റ്. ഇനി പലപ്പോഴും ഞാൻ മൂത്ത പുത്രൻ്റെ സ്ഥാനത്താണ്. അവൻ പിതാവേ എന്ന് പോലും വിളിക്കുന്നില്ല. അതുപോലെ കോംപ്ലക്സ് ഉള്ള ഒരു വ്യക്തിയാണ് മൂത്തപുത്രൻ. പലപ്പോഴും നമ്മൾ ദൈവത്തെ ഇങ്ങനെയാണ്. പലപ്പോഴും ഈ മൂത്തപുത്രൻ്റെ സ്ഥാനത്ത് നമ്മളൊക്കെ നിൽക്കുന്നത്. അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ മാറ്റം വരാനുണ്ട്. അങ്ങനെ ഇരുത്തി മാറ്റം വരുത്താൻ തുടങ്ങും. പ്ലാൻ ചെയ്യാൻ തുടങ്ങും. കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പയ്യെ നമ്മുടെ ആ പഴയ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി വരും. ഈ വചനം അനുസരിച്ച്, ഈ വചനത്തിലൂടെ ചെന്ന് ഈ വചനമാകുന്ന ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ മാറും. അങ്ങനെ വരുമ്പോൾ ഈ വചനം നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. ആ മനസ്സിലാകുമ്പോൾ ദൈവത്തിൻ്റെ ചിന്ത നമുക്ക് പകർന്നു കിട്ടും. അങ്ങനെ ചിന്ത പകർന്നു കിട്ടിക്കഴിയുമ്പോൾ പയ്യെ 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 എൻ്റെ ചിന്ത ക്രിസ്തുവിൻ്റെ ചിന്തയായി രൂപാന്തരപ്പെടാൻ തുടങ്ങും. ആ ചിന്തയിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ പ്രവൃത്തികളും ക്രിസ്തുവിലൂടെ പുറപ്പെട്ടതുപോലെ ആയിരിക്കും. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റും, ക്രിസ്തുവിൻ്റെ കരങ്ങളിലൂടെ ചെയ്യാൻ പറ്റും, ക്രിസ്തുവിൻ്റെ കാതുകളിലൂടെ കേൾക്കാൻ പറ്റും, ക്രിസ്തുവിൻ്റെ അതരത്തിലൂടെ സംസാരിക്കാൻ പറ്റും, ക്രിസ്തുവിൻ്റെ കാലുകളിലൂടെ നടക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് 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 നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വഴികളിൽ നിന്ന് ഞെരുങ്ങി ആ വാതിലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറയും, എൻ്റെ മോനെ നിന്നെ ഞാൻ അറിയും, എൻ്റെ കുഞ്ഞെ നിന്നെ ഞാൻ അറിയും, നീ ഇങ്ങ് പോരാൻ പറയും. അങ്ങനെ പറയണം. അതിന് ക്രിസ്തു നമ്മളെ അറിയണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലാവണം, അല്ലേ? ക്രിസ്തുവിൻ്റെ ഒരു 1% പോലും സ്വഭാവം ഇല്ലാത്ത നമ്മളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ എന്താ യോഗ്യതയുണ്ടോ? ഇല്ല. നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടണം. അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. അവരെയാ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു ക്രിസ്ത്യാനികളായിട്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നമുക്ക് നിൽക്കാം. ആ ഒരു രക്ഷ നമുക്ക് വാങ്ങിച്ചെടുക്കാം. പതുക്കെ നമ്മൾ ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കാം. അതാ യോഹന്നാൻ 10:9 പറയുന്നത്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാനാണ്, അത് മാത്രമേ ഉള്ളൂ രക്ഷ, വേറെ രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഈ സ്വഭാവത്തെ, നമ്മുടെ ആക്ടിവിറ്റീസിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. എവിടേക്കാണ് മാറ്റം വരുത്തേണ്ടത്? പതുക്കെ വിശദീകരിച്ച് ആ ക്രിസ്തുവിൻ്റെ ചിന്തകൾ നമ്മളിലേക്ക് പകർന്നെടുക്കാം. അതനുസരിച്ച് നമുക്ക് പതുക്കെ മുമ്പോട്ട് യാത്ര തുടങ്ങാം. നമുക്ക് നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട് കർത്താവ്. ആ രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അനാദിയിലെ ദൈവപിതാവിൻ്റെ മനസ്സിലെ ആ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞ്, ഞാൻ ചെന്ന് നിങ്ങൾക്ക് ഭവനം ഒരുക്കാം. കാരണം ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഗേറ്റാണ് ഈ വാതിൽ. അത് തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ വലിയൊരു രക്ഷയുടെ അനുഭവം, അതിൻ്റെ ആ സമ്പൂർണ്ണതയിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാം. പിതാവായ ദൈവം അതിനുള്ള ഒരു മഹാകൃപ ഈ ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പിതാവായ ദൈവം നമുക്ക് തരട്ടെ.
വാതിലൻ കൺമുൻപിൽ തുറന്നിട്ടും പടിയടച്ചു വഴി മാറി പോയ പാപി ഞാൻ. കരുണ കാട്ടാൻ മറന്നിടല്ലേ കാരുണ്യവാരിധേ. ഒരു വേള കൂടി വാതിൽ തുറന്നിടണേ. കരുണ കാട്ടാൻ മറന്നിടല്ലേ കാരുണ്യവാരിധേ. ഒരു വേള കൂടി വാതിൽ തുറന്നിടണേ. കർത്താവായ യേശു ക്രിസ്തു കാലിത്തൊഴുത്തിലാണ് ജനിച്ചു വീണത്. നമ്മളും ആ ക്രിസ്തുവിൻ്റെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ഹൃദയമാകുന്ന ആ പുൽക്കൂട്ടിൽ, അതാ ഒരു പുൽക്കൂട് പോലെ, കാലിത്തൊഴുത്ത് പോലെ ആ എളിമയുടെ അങ്ങേത്തട്ടിലാണ് നമ്മുടെ ആത്മീയത ജന്മം കൊള്ളുന്നത്. ക്രിസ്തുവിനെ പയ്യെ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും വളർത്തിയെടുക്കുന്നു. അവന് ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മീയതയുടെ തുടക്കകാലങ്ങളിൽ നമ്മളെയും പലരും ഇങ്ങനെ ഊട്ടി വളർത്താൻ തുടങ്ങുന്നു. നമുക്ക് പാലൂട്ടി തരാനായിട്ട്, ആഹാരം തരാനായിട്ട്, കുളിപ്പിക്കാനായിട്ട്, ഉടുപ്പിക്കാനായിട്ട്, നമ്മളെ കൈപിടിച്ച് നടക്കാൻ പഠിപ്പിക്കാനായിട്ടൊക്കെ ഒത്തിരി ആൾക്കാരെ കർത്താവ് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു. പതുക്കെ 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 വരുന്നു. നമ്മുടെ ഈ ചിന്ത വിശുദ്ധീകരിച്ചെടുക്കണം, അല്ലേ? അത് നമ്മുടെ ഇന്നർ ലൈഫാണ്, ആന്തരിക വ്യക്തിത്വമാണ്. യേശു 12-ാം വയസ്സിൽ പരിശുദ്ധ അമ്മയോടും ഔസേപ്പിതാവിനോടും കൂടെ ചെന്ന് 18 വർഷം ആരും അറിയാതെ ജീവിച്ചതുപോലെ നമ്മുടെ ചിന്ത ആരും അറിയുന്നില്ല. ഇതിനെ പതുക്കെ വിശുദ്ധീകരിച്ചെടുക്കാം. അങ്ങനെ തന്നെ കർത്താവ് വന്ന് 30-ാമത്തെ വയസ്സിൽ മാമോദിസ സ്വീകരിക്കുന്നു. സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ആവസിക്കുന്നു പ്രാവിൻ്റെ രൂപത്തിൽ. ഇതുപോലെ തന്നെ നമ്മൾ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക്, ഒരു ജീവിതത്തിൻ്റെ ഒരു ജീവിത അന്തസ്സിലേക്ക് കടക്കുന്ന ഒരു സമയം. ഒരു വൈദികനായിരിക്കാം, ഒരു സിസ്റ്ററായിരിക്കാം, ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കാം, ഏകസ്ഥ ജീവിതമായിരിക്കാം, ഒരു ശുശ്രൂഷ ജീവിതമായിരിക്കാം, ഒരു ജോലി മേഖലയായിരിക്കാം. നമ്മുടെ ഒരു ശുശ്രൂഷ തുടങ്ങുന്നു. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷ തുടങ്ങുന്നു. ആ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം യേശു നേരെ ചെന്നത് മരുഭൂമിയിലേക്കാണ്. പരീക്ഷയുടെ ഒരു കാലഘട്ടമാണ്. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ നമ്മളെയും ദൈവം ഇങ്ങനെ വാർത്തൊരുക്കുന്നു. അതിൽ കുറേ കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ മരുഭൂമിയിലെ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ശുശ്രൂഷ ചെന്നെത്തുന്നത് കുരിശുമരണത്തിലേക്കാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലെ ഒരു ഞാനെന്ന സാധനം അത് മരിക്കലാണ് കുരിശുമരണം എന്ന് പറയുന്നത്. കുരിശുമരണത്തോട് എൻ്റെ ജീവിതം താതാത്മ്യപ്പെടുത്തി നോക്കുമ്പോൾ കുരിശിൽ അവനെ തന്നെ ഇല്ലായ്മ ചെയ്തു. അവസാനത്തുള്ളി രക്തവും വെള്ളവും പോലും അവൻ കുരിശിൽ വാർന്നിട്ടു, അല്ലേ? ഒരു കവി ഇങ്ങനെ പാടി, ആ ചങ്കൊന്ന് തുറന്ന് നീ നോക്ക്, എന്തെങ്കിലും ഉണ്ടെന്ന് നീ ഒന്ന് ഉറപ്പിക്ക്, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിനക്ക, ഇനി ഇല്ലെങ്കിൽ അത് നിനക്ക. അവസാനത്തുള്ളി രക്തവും വെള്ളവും പോലും നൽകി മരിച്ചൊരു കർത്താവ്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ഈ ഞാനെന്ന സാധനം, എൻ്റെ ഉള്ളിലെ എന്നെ ഒരു മരണപ്പെടലാണ് നമ്മുടെ ഒരു ശുശ്രൂഷയുടെ ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെ ആ അഹങ്കാരത്തിൻ്റെ തലത്തിലെല്ലാം നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്ത്, നമ്മളെ തന്നെ അടിച്ച് ഉടച്ച് എളിമയുടെ തട്ടിലേക്ക് അങ്ങേ അറ്റത്തേക്ക് ഇറങ്ങിയതുപോലെ, യേശുവൊക്കെ പത്രോസിൻ്റെ കാലിൻ്റെ അടിയിൽ ചുംബിച്ചതുപോലെ, കാരണം അത്രയും താഴെ ഇറങ്ങിയതുപോലെ ആ എളിമയുടെ തട്ടിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു പുതിയ ഒരു മിഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ദൈവം എന്തിനാണോ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത്, അല്ലേ? നമ്മളൊക്കെ യുണീക്കാണ്, നമ്മളൊക്കെ യുണീക്ക് ക്രിയേച്ചർ ഇൻ ദ വേൾഡ് ആണ്. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താണ്? അത് തുടങ്ങണത് അവിടെ വെച്ചാണ്. ക്രിസ്തു ആ മരിച്ചവരെ നിന്ന് ഉദ്ധാനം ചെയ്തതുപോലെ അവിടെ വെച്ച് നമ്മുടെ ഒരു മിഷൻ ആരംഭിക്കുകയാണ്. ഒരു മഹത്വീകരിക്കപ്പെട്ട ഒരു യാത്ര. അതിലേക്ക് പതുക്കെ നമുക്കങ്ങ് നീങ്ങാം. നമ്മളെ തന്നെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം. നമ്മുടെ ഉള്ളിലെ ഈ ഞാനെന്ന സാധനത്തിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം. ആ ക്രിസ്തു മരണത്തോട് താതാത്മ്യപ്പെടുത്താം. ഫിലിപ്പി 3:10 പറയുന്ന പോലെ വിശ്വാസത്തെ പ്രതിയുള്ള നീതി ഇതാണ്, അത് അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുത്തുന്നതും അവൻ്റെ കുരിശ് മരണത്തോട്, അവൻ്റെ സഹനത്തോട് തുലനം ചെയ്യുന്നതുമാണ്. അവൻ്റെ സഹനത്തിൽ പങ്കുചേർന്ന് അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെട്ട് അവൻ്റെ ഉദ്ധാനത്തോട് താതാത്മ്യപ്പെട്ട് ഒരു മഹത്വീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ നമുക്ക് ചുവട് വെച്ച് നീങ്ങാം.
കൂടെ നടന്നിട്ടും നിൻ ഗാനം പാടിയിട്ടും നിന്നെ പോലാകാത്ത ദുർഭഗനാം ഞാൻ. നിൻ കൂടെ നടന്നിട്ടും നിൻ ഗാനം പാടിയിട്ടും നിന്നെ പോലാകാത്ത ദുർഭഗനാം ഞാൻ. സ്വർഗവാതിലെത്തിടുമ്പോ അറിയില്ലെന്നൊരു മൊഴി മാത്രം പറയരുതേ എന്നെ നോക്കി പൊന്നു കർത്താവേ. സ്വർഗവാതിലെത്തിടുമ്പോ അറിയില്ലെന്നൊരു മൊഴി മാത്രം പറയരുതേ എന്നെ നോക്കി പൊന്നു കർത്താവേ. നീ ഒത്തിരിയേറെ അവസരങ്ങൾ നൽകി കർത്താവേ, മാറാനായിട്ട്, മാറി ചിന്തിക്കാനായിട്ട്, മാറ്റം വരുത്താനായിട്ട് നീ ഒത്തിരി പേരെ ഞങ്ങളിലേക്ക് അയച്ചു കർത്താവേ. എന്നിട്ടും അത് ഞങ്ങൾ കണ്ടില്ല. നീ പറഞ്ഞ വചനം ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഓർമ്മ വരുന്ന കർത്താവേ, നിങ്ങൾ കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല കർത്താവേ. ഞങ്ങൾ കാണേണ്ട പലതും ഞങ്ങൾ കണ്ടിട്ടില്ല, കേൾക്കേണ്ട പലതും ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ ഇന്ന് വരെ ജീവിച്ചത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ്, ഞങ്ങളുടെ ഇഷ്ടത്തിന്. നിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല എൻ്റെ പൊന്നു കർത്താവേ. നീ നിക്കോദേമോസിനോട് പറഞ്ഞല്ലോ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കിയെടുക്കില്ല. കർത്താവേ, വീണ്ടും ജനിക്കാനുള്ള കൃപ ഭാവിയായ ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ നോട്ടത്തിൽ വീണ്ടും ജനിക്കാൻ, ഞങ്ങളുടെ കേൾവിയിൽ വീണ്ടും ജനിക്കാൻ, ഞങ്ങളുടെ ചിന്തയിൽ വീണ്ടും ജനിക്കാൻ, ഞങ്ങളുടെ സംസാരത്തിൽ വീണ്ടും ജനിക്കാൻ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ വീണ്ടും ജനിക്കാൻ, ഞങ്ങളുടെ സ്നേഹത്തിൽ വീണ്ടും ജനിക്കാൻ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ വീണ്ടും ജനിക്കാൻ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ വീണ്ടും ജനിക്കാൻ, ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിൽ, അനുദിന കാര്യങ്ങളിൽ വീണ്ടും ജനിക്കാൻ കർത്താവേ നീ ആ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ എൻ്റെ പൊന്നു കർത്താവേ, നീ ഞങ്ങളോടൊന്ന് പറയുന്നുണ്ടല്ലോ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ആ വാതിൽ നീ ക്രോസ് ചെയ്യില്ല. കർത്താവേ, വീണ്ടും ജനിക്കാനുള്ള കൃപ നീ തരണേ. സ്വർഗവാതിലെത്തിടുമ്പോ അറിയില്ലെന്നൊരു മൊഴി മാത്രം പറയരുതേ എന്നെ നോക്കി പൊന്നു കർത്താവേ. സ്വർഗവാതിലെത്തിടുമ്പോ അറിയില്ലെന്നൊരു മൊഴി മാത്രം പറയരുതേ എന്നെ നോക്കി പൊന്നു കർത്താവേ. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നമ്മൾക്ക് അവിടുന്ന് സഹായമരുളട്ടെ. സിയോനിൽ നിന്ന് നമ്മളെ അവിടുന്ന് തുണയ്ക്കട്ടെ. നമ്മുടെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാവട്ടെ. നമ്മുടെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാവട്ടെ. നമ്മുടെ ഹൃദയാഭിലാഷം അവിടുന്ന് സാധിച്ചു തരട്ടെ. അവിടുന്ന് നമ്മുടെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. ആമേൻ.